കിടക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെയധികം ആവേശത്തിമിർപ്പിലാണ് കാണികൾ പുന്നമടക്കായലിന്റെ ഇരുവശവും. മൂന്നാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ വിവരം നൽകുന്നതിന് ശ്രീ ജോ ജോസഫ് തായങ്കേരിക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. നന്ദി പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ. ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിലൂടെ ജവഹർ തായങ്കരി, രണ്ടാമത്തെ ട്രാക്കിൽ ഇല്ലിക്കളം, മൂന്നാമത്തെ ട്രാക്കിൽ കാവാലം, നാലാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ. 4 കളിവള്ളങ്ങൾ. ഒരു കാലത്ത് പുന്നമടക്കായലിൽ രോമാഞ്ചമായിരുന്ന ജവഹർ തായങ്കരിയും കാരിച്ചാലും കൂടി ആദ്യപാദ മത്സരങ്ങളിൽ മൂന്നാമത്തെ ഹീറ്റ്സിൽ പങ്കെടുക്കുന്നു. ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയുമായി മത്സരിക്കുന്നത് ജോസഫ് ഫിലിപ്പ് മനയത്തിന്റെ നേതൃത്വത്തിലുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. രണ്ടാമത്തെ ട്രാക്കിലുള്ള ഇല്ലിക്കുളം വള്ളത്തിൽ തുഴയുന്നത് സാജൻ കൈതവനത്തറയുടെ നേതൃത്വത്തിലുള്ള എമിറേറ്റ്സ് ബോട്ട് ക്ലബ്ബ് ചേന്നങ്കരിയാണ്. മൂന്നാമത്തെ ട്രാക്കിലുള്ള കാവാലം വള്ളത്തിൽ തുഴയുന്നത് ലോയിച്ചന്റെ നേതൃത്വത്തിലുള്ള കാവാലം ബോട്ട് ക്ലബ്ബുകാരാണ്. നാലാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ വള്ളത്തിൽ തുഴയുന്നത് ജിജി ജേക്കബ് കൊള്ളയിലിന്റെ നേതൃത്വത്തിലുള്ള ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം. കഴിഞ്ഞ വർഷത്തെ വിജയികളായ ജീസസ് ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷം ചമ്പക്കുളത്തിൽ വന്ന് വിജയം നേടി. അതിനു മുമ്പത്തെ വർഷം ഈ കാരിച്ചാൽ വള്ളത്തിൽ തന്നെ വന്ന് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ടീമാണ് ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം. അങ്ങനെയുള്ള 4 കളിവള്ളങ്ങളാണ് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ചുണ്ടൻ വള്ളങ്ങളുടെ ഏറ്റവും വാശിയേറിയൊരു മത്സരമായിരിക്കും, വാശിയേറിയൊരു പോരാട്ടമായിരിക്കും ഈ മത്സരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ വേണ്ടി തന്നെ എത്തിയിരിക്കുന്ന ജവഹർ തായങ്കരിയും ഇല്ലിക്കുളവും കാരിച്ചാലും, ഒരുപക്ഷെ കാവാലം മാത്രമേ അല്പം പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ എത്തിയിട്ടുള്ളൂ. എങ്കിലും ജവഹർ തായങ്കരിയും ഇല്ലിക്കുളവും കാരിച്ചാലും നെഹ്റു ട്രോഫി നേടുവാൻ വേണ്ടി തന്നെ മത്സരിക്കുവാൻ എത്തിയിട്ടുള്ള 3 കളിവള്ളങ്ങളാണ്. ഇപ്പോൾ അല്പം മുൻപിൽ കാരിച്ചാലാണോ ജവഹർ തായങ്കരിയാണോ ഇല്ലിക്കുളമാണോ എന്ന് പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഉജ്ജ്വലമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം മുൻപിൽ കാരിച്ചാലാണോ അല്ല ഇല്ലിക്കുളമാണോ അല്ല ജവഹർ തായങ്കരി, ഇഞ്ചോടിഞ്ചുള്ള വളരെ പോരാട്ടം, വളരെ മനോഹരമായ ഒരു പോരാട്ടം. ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരി 11ാം നമ്പർ വള്ളം, പുതുക്കിപ്പണിത വള്ളം ഇതാ കുതിച്ചു പാഞ്ഞു വരികയാണ്. വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നു, ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം. ഇനിയും പ്രവചിക്കുവാൻ കഴിയില്ല. ഇത് തൊട്ടടുത്ത് കാരിച്ചാലുണ്ട്. കാരിച്ചാലും ഇല്ലിക്കുളവും ജവഹർ തായങ്കരിയും തമ്മിലുള്ള ഫൈനലിനെ വെല്ലുന്ന ഒരു പോരാട്ടമാണ്. വളരെ വാശിയേറിയ ഒരു പോരാട്ടം, അത്ര അവർണ്ണനീയമായ ഒരു പോരാട്ടം നടക്കുന്നു. ഈ മനുഷ്യന്റെ വികാരം, മനുഷ്യന്റെ വിചാരങ്ങളെല്ലാം ഈ പുന്നമടക്കായലിലേക്ക് എത്തിക്കുന്ന രീതിയിൽ കരുത്തിന്റെ പ്രതീകമായ കുട്ടനാടിന്റെ ചുണക്കൊട്ടന്മാർ, കുമരകത്തിന്റെ ചുണക്കൊട്ടന്മാർ, ഇതാ ചേന്നങ്കരിയുടെ ചുണക്കൊട്ടന്മാർ 3 വള്ളങ്ങളിൽ കടന്നു വരുമ്പോൾ ജവഹർ തായങ്കരി ഇതാ കുതിച്ചു പായുന്നു. അല്ല, കാരിച്ചാൽ അല്പം ലീഡ് നേടാനുള്ള ശ്രമത്തിലാണ് ജവഹർ തായങ്കരി. ഇല്ലിക്കളം കാരിച്ചാൽ എന്ന ക്രമത്തിലല്ല, കാരിച്ചാൽ ഇപ്പോൾ അല്പം ലീഡ് നേടുന്നു. ജവഹർ തായങ്കരിയും കാരിച്ചാലും തമ്മിലുള്ള പോരാട്ടം വളരെ വാശിയേറിയൊരു പോരാട്ടം. ഫൈനലിൽ പോലെ തന്നെ ഒരു നെഹ്റു ട്രോഫിയിൽ കഴിഞ്ഞ മുൻവർഷങ്ങളിലെ ഫൈനലിനെ വെല്ലുന്ന ഒരു പോരാട്ടം ഇതാ നെഹ്റു ട്രോഫിയിൽ കാഴ്ചവെക്കുന്നു. കുമരകംകാരാണോ, ചേന്നങ്കരിക്കാരാണോ, കൊല്ലംകാരാണോ, കോട്ടയംകാരാണോ, ആലപ്പുഴ ജില്ലക്കാരാണോ, കൊല്ലം ജില്ലക്കാരാണോ ഇവിടെ വിജയിക്കുക? കുട്ടനാടിന്റെ കരുത്താണോ, കോട്ടയത്തിന്റെ കരുത്താണോ, കൊല്ലത്തിന്റെ കരുത്താണോ, കടലാണോ, നദിയാണോ, കായലാണോ? കടലും കായലും നദിയും തമ്മിലുള്ള ഒരു പോരാട്ടം ഇതാ. കടലിൽ കുളിച്ചു പറഞ്ഞ ജീസസ് ബോട്ട് ക്ലബ്ബുകാരും കായലിൽ മുങ്ങിത്താന്ന കുമരകംകാരും നദികളിൽ ഓളവിട്ട ചേന്നങ്കരിക്കാരുമുള്ള മത്സരത്തിൽ ആര് ജയിച്ചു? ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയോ, രണ്ടാമത്തെ ട്രാക്കിലുള്ള ഇല്ലിക്കുളമോ, മൂന്നാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാലോ? ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമായിരുന്നു. സ്വാഭാവികമായും ഒരു സ്ലോ മോഷനെ തീർച്ചയായും ആശ്രയിക്കേണ്ടി വരും. അതുപോലുള്ള ഒരു പോരാട്ടം ഇതാ വീണ്ടും സ്ലോ മോഷൻ കാണാം. അങ്ങേയറ്റത്ത്, മോണിറ്ററിന്റെ അങ്ങേയറ്റത്ത് കാണുന്നത് ജവഹർ തായങ്കരി, തൊട്ടു പിന്നിൽ ജവഹർ തായങ്കരി തന്നെ. ജവഹർ തായങ്കരി ഇതാ ഫിനിഷ് ചെയ്തിരിക്കുന്നു, വീണ്ടും കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ വളരെ മനോഹരമായ ഒരു പോരാട്ടമായിരുന്നു. ഫൈനലിനെ വെല്ലുന്ന ഒരു പോരാട്ടം, വളരെ വാശിയേറിയ ഒരു പോരാട്ടം. 3 വള്ളങ്ങളിലെയും കാണികൾ, 3 വള്ളങ്ങളിലെയും തുഴച്ചിക്കാർ അവരുടെ വിജയം ആഹ്ലാദത്തോടുകൂടി അവർ ആഘോഷിക്കുകയാണ്. തീർച്ചയായും ജവഹർ തായങ്കരിയിലെ തുഴച്ചിൽക്കാർക്ക് കൂടുതൽ ആവേശം കാണാനുണ്ട്. എങ്കിലും ജഡ്ജിയുടെ ഔദ്യോഗികമായ ഒരു ഫലപ്രഖ്യാപനത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇനിയും ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തുടർന്നുള്ള വിവരണം പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ നൽകും.